തൃശ്ശൂരിന്റെ പിറകെ തന്നെ കൊല്ലം ജില്ല നിൽക്കുന്നുണ്ട്. തൃശ്ശൂരിനെ എങ്ങനെ കടത്തിവെട്ടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കൊല്ലം ജില്ല തൃശ്ശൂരിന്റെ പിറകെ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊല്ലത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മള് കടത്തിവിട്ട് നമ്മൾ മുന്നേറി തന്നെ നിൽക്കണ്ടേ? ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നിൽക്കണ്ടേ? അതിനെന്താ വേണ്ടേ? നമ്മൾ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ യൂണിറ്റിലും മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചാലേ ഏരിയയിലും അതുപോലെ ജില്ലയിലും മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ അടുത്തല്ലേ കഴിഞ്ഞ എത്ര രൂപ കൊടുത്തു മെമ്പർഷിപ്പിന്? നേരത്തെ ചോദിച്ചു, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആള് തന്നെ മറുപടി പറഞ്ഞു. നമ്മുടെ ഉദ്ഘാടനയ്ക്ക് അമ്മേച്ചി ഇതിന് മുന്നിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആളിങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗല്ലേ, കുറെ സ്ഥലങ്ങളിൽ പറന്ന് നടക്കുന്ന ആളാ. അതുകൊണ്ട് ഒല്ലൂര് ഏരിയനെ മെത്തകരി യൂണിറ്റിനെ പറ്റി മറന്നു. നിങ്ങൾക്കൊക്കെ ശബ്ദമുണ്ട്, നിങ്ങൾക്കൊക്കെ മറുപടി പറയാൻ അറിയും എന്നുള്ളത് ആള് മറന്നുപോയി. അതുകൊണ്ട് ചോദിച്ചിട്ട് മറുപടി പറയണ്ടായപ്പോ ആള് തന്നെ അങ്ങ് പറഞ്ഞു മെമ്പർഷിപ്പിന് എത്ര കൊടുത്തത്. ആള് പറഞ്ഞോട്ടെ, ഞങ്ങളോട് ചോദിക്കണ്ട അല്ലേ? മെമ്പർഷിപ്പിന് എത്ര കൊടുത്തത്? സമയത്തിനു വേണ്ടി 200 കൊടുത്തേ? സംശയം 200 കൊടുത്തേ? ഓർപ്പിച്ചു പറയും 200 കൊടുത്തേന്ന്. അപ്പൊ 90 രൂപ അതിലെ മെമ്പർഷിപ്പിനും 110 രൂപ സാധനത്തിനുമായിട്ടാണ് കൊടുത്തത്. നമ്മൾ മുന്നേ എത്ര കൊടുത്തിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമൊക്കെ 400 കൊടുത്തിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് കുറച്ച് ഇപ്പൊ 200 ആയിട്ടുണ്ട്. ഇനിയും അത് കുറഞ്ഞ് 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പിന് സാധനത്തിന് വാങ്ങാതെ തന്നെ നമുക്ക് ഇത്രയും കിട്ടുന്ന ആനുകൂല്യങ്ങള്, നമുക്ക് പൈസ കുറച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കുറച്ചോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഇനിയും ഈ പൈസയും കൂടെ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തരുകയും ചെയ്യും. പൈസ നമ്മുടെ കയ്യിൽ മേടിക്കൂല. അങ്ങനെ ആവണമെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ വാങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ തരണ്ടേ? അപ്പൊ ആ പൈസ പിന്നെ എവിടെ നിന്ന് വരും? നമ്മുടെ TLD പ്രൊഡക്റ്റ്, TLDയുടെ പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടോ? വാങ്ങുന്നുണ്ടോ? TLDയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളുള്ളൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് പറ്റിയതില്ല, ക്വാളിറ്റി പോരാ എന്നുള്ളതൊക്കെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മള് വാങ്ങുന്ന വിലയ്ക്കുള്ള ക്വാളിറ്റി തുണികൾക്ക് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മളിപ്പോ കൂടുതൽ പേര് നമ്മൾ സെറ്റ് സാരിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സെറ്റ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ കാര്യമുള്ള വേറെ കളറുകളൊന്നും ഇല്ലാത്ത സിമ്പിൾ സെറ്റ് സാരി. 250 രൂപയ്ക്ക് സെറ്റ് സാരി കിട്ടുമോ? ഇല്ല. കിട്ടും, എവിടേക്കോ കിട്ടും. 300 രൂപയ്ക്ക് കിട്ടും, 500 രൂപയ്ക്ക് കിട്ടും, 1000 രൂപയ്ക്ക് കിട്ടും, 2500 രൂപയ്ക്ക് കിട്ടും, 3500 രൂപയ്ക്ക് കിട്ടും, 25000 രൂപയ്ക്ക് കിട്ടും. ഗോൾഡൻ കരയുള്ള സെറ്റ് സാരി 250 രൂപ തൊട്ട് 25000 രൂപയ്ക്കൊക്കെ കിട്ടും. കിട്ടുമോ? കിട്ടും. നിങ്ങൾ ഈ സെറ്റ് സാരികളൊന്നും ഈ കല്യാണത്തിന് പെൺകുട്ടികളൊക്കെ സെറ്റ് സാരി സെറ്റ് കൊണ്ട് കൊടുത്തിറങ്ങുന്നുണ്ട്. അതിനൊക്കെ എത്ര കാശാവാറ്? 500 രൂപയാണ് അവർ കൊടുക്കാറ്. നല്ല വിലയുടെയാണ് അല്ലേ? അവർ 250 രൂപയുടെ സാരി മേടിച്ചിട്ട് 2500 വരെ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവുമോ? പിന്നെ അംശതയെ അടക്കേണ്ട, നമുക്ക് പെൻഷൻ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഈ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ അമ്മേച്ചി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പല സർവേകളൊക്കെ നടത്തുമ്പോ പലതും കട്ടായി പോകുന്നത്. വേറൊരു കാര്യം കൂടെ ഞാൻ എന്നോട് കൂട്ടിച്ചേർക്കാണ്. നമ്മുടെ പെൻഷൻ എമൗണ്ട് കൂട്ടി ഇല്ലേ? പെൻഷൻ എമൗണ്ട് ഒക്കെ കൂട്ടി വിവിധം അറിഞ്ഞില്ല. എത്രയാണ്? 2000 ആക്കിയല്ലേ? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ. കാരണം 400 രൂപ കൂടുതൽ കിട്ടി. ഈ ഗവൺമെന്റ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കാശില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ 400 രൂപ ചെലവുണ്ടോ? എത്ര കോടി രൂപ അതിന്റെ ചെലവാണ് വരുന്നത്. അതാണ് അവർ കണ്ടെത്തും. എന്ത് ചെയ്യും? കാശില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊന്നും കേട്ടിട്ടില്ല. അവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് അവിടെ കടം ആ രാജ്യത്തുനിന്ന് അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. അപ്പോ പിന്നെ എങ്ങനെ ഇവർക്കൊക്കെ കൊടുക്കും? ആദ്യത്തെ 3-4 മാസം കൊടുക്കും 2000 വെച്ച്. അത് കഴിയുമ്പോ അവര് സർവൈവ് നടത്തും. കാറ്, AC, വീടിന്റെ സ്ക്വയർ ഫീറ്റ്, മക്കളുടെ ജോലി,
ഇതൊക്കെ കണക്കിലെടുത്തിട്ട് കുറെ പേരുടെ പെൻഷൻ അങ്ങനെ വെട്ടിക്കുറയ്ക്കും. മനസ്സിലായോ? നമുക്ക് ഈ സർവേ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടായിരുന്നു. പിന്നെ എന്ത് ലക്ഷം എപ്പോഴല്ല മുന്നത്തെ വന്നപ്പോ അത് നിർത്തലാക്കിയതാണ്. ആ സർവേ ഇനി വീണ്ടും തുടങ്ങും. എന്നിട്ട് കുറെ പേരുടെ പകുതിയിൽ കൂടുതൽ ആൾക്കാരുടെ പെൻഷൻ അങ്ങോട്ട് വെട്ടിക്കുറയ്ക്കും. അപ്പൊ പിന്നെ 2000 വെച്ച് കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പേരുടെ വെട്ടിക്കുറയ്ക്കണം. നമ്മള് പൈസ അടച്ചിട്ടാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത്. നമ്മൾ അക്ഷാദായം അടച്ചുകൊണ്ടിരിക്കണില്ലേ? എന്നിട്ടാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പെൻഷൻ ഒരിക്കലും വെട്ടിപ്പോകില്ല. മനസ്സിലായോ? നമ്മുടെ ക്ഷേമ പെൻഷൻ ഒരിക്കലും വെട്ടിപ്പോവില്ല. മറ്റ് സാമൂഹ്യ പെൻഷനുകളാണ് വെട്ടിപ്പോവാൻ സാധ്യത കൂടുതൽ. നമ്മുടെ പെൻഷൻ ഒരിക്കലും വെട്ടിപ്പോവില്ല. അതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്നൊരു തെറ്റാണ്, പെൻഷൻ ആവുമ്പോൾ എനിക്ക് പെൻഷൻ വേണ്ട, അടച്ച പൈസ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നത്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നമ്മുടെ പെൻഷൻ കിട്ടില്ല. ക്ഷേമനിധിയുടെ പെൻഷൻ പിന്നെ ഒരിക്കലും കിട്ടില്ല. നമ്മുടെ യൂണിറ്റിൽ തന്നെയല്ലേ അത് പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഗീത എന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഗീത എന്റെ അടുത്ത് കൊണ്ടുവന്നു ഒരു അപേക്ഷ. എന്ത്? പെൻഷൻ വേണ്ട, അടച്ച പൈസ മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറയും അങ്ങനെ വേണ്ട, നിങ്ങൾ പെൻഷൻ അപേക്ഷ വെക്കി, പെൻഷൻ കിട്ടട്ടെ, അതെന്താന്ന് ചെയ്യെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് പെൻഷൻ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. പെൻഷൻ അപേക്ഷ പൈസ തിരിച്ചു കിട്ടാനുള്ള അപേക്ഷ വെച്ചു. 2-3 മാസം, അത് 2 മാസത്തിനകം പൈസ കിട്ടി. പെൻഷൻ അപേക്ഷ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഗീത എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നടക്കില്ല. ഞാൻ പറഞ്ഞിരുന്നു വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കരുത്, എഴുതി കൊടുത്താൽ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്ന്. പക്ഷെ ആ അംഗത്തിന് വേണ്ടായിരുന്നു. പക്ഷെ 2-3 മാസം കഴിയുമ്പോഴത്തേനും കണ്ണു തെളിഞ്ഞു, എനിക്ക് പെൻഷൻ വേണമെന്ന്. കിട്ടുമോ? അപ്പൊ അത് നമ്മുടെ യൂണിറ്റിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ഷേമനിധിയുടെ പെൻഷൻ ഒരിക്കലും വേണ്ട എന്ന് ഇപ്പൊ ചിലർക്ക് വിചാരിക്കുക ആകെ 35 വയസ്സായിട്ടുള്ള ഒരു പെൻഷൻ വേണ്ടെന്ന് ഞാൻ ഇപ്പൊ പെൻഷൻ എഴുതി കൊടുക്കാൻ പോവുക എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ വീടുകളിലോ നമ്മുടെ സംഘങ്ങളിലോ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ, അവരങ്ങനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കാതിരിക്കാൻ നമുക്ക് ഓർക്കാം. അതുപോലെ മറ്റുള്ളവർ ഓർമ്മിപ്പിക്കും ചെയ്യാലോ. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബാധകമായിരിക്കില്ല. പലർക്കും പല സമയത്താണ് ആവശ്യം വരിക. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണം. കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അപേക്ഷ എല്ലാ രേഖകളും വെച്ചു. എന്റെ ആധാറിലെ അഡ്രസ്സ് എന്റെ കല്യാണത്തിന് മുന്നുള്ള അഡ്രസ്സാണ്. ഭർത്താവിന്റെ ആധാർ കാർഡ് വെക്കണം വേണ്ടേ? അതിലെ അഡ്രസ്സ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അഡ്രസ്സാണ്. അപ്പോ അഡ്രസ്സ് വ്യത്യാസം വന്നു. അപ്പൊ ലോൺ പാസ്സാവില്ല. അത് പാസ്സായി കിട്ടാൻ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് എണീറ്റ് ഉത്തരം പറയാൻ പറ്റും? 1 വെക്കണം. ആ 1 എവിടെ നിന്ന് വാങ്ങണം? പഞ്ചായത്തിൽ നിന്ന് വാങ്ങണം, വില്ലേജിൽ നിന്ന് വാങ്ങണം. പിന്നെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ട് അഭിപ്രായം? രണ്ടും വേണ്ട, പഞ്ചായത്തിൽ നിന്നും വേണ്ട, വില്ലേജിൽ നിന്നും വേണ്ട. അത് നമ്മൾ വാങ്ങേണ്ടത് ക്ഷേമനിധിയിലേക്ക് അപേക്ഷകൾ വെക്കുമ്പോ അഡ്രസ്സിൽ വ്യത്യാസം വരുന്നതാണ്, പേരിന്റെ അഡ്രസ്സിലൊക്കെ. ഇപ്പൊ നമ്മള് സംഘടനയിലേക്ക് ലോണിന് വെക്കാനാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞിട്ട് തെറ്റായി, ഇനി പറയില്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ പറഞ്ഞോ? ആരെങ്കിലും ഒന്ന് പറയോ? ആർക്കെങ്കിലും അറിയോ? കൺവീനർ സൈൻ ചെയ്യണം. സൈൻ ചെയ്യണം. എവിടെ ചെയ്യണം? ആ ഒരു ലെറ്റർ വെച്ചിട്ട് അത് സൈൻ ചെയ്യണം. ഓക്കെ, അതാണ് വേണ്ടത്. കൺവീനറുടെ ഒരു കത്ത് വേണം. അതിലെഴുതണം കാരണം എന്താണെന്ന്. നമ്മൾ ഈ കൺവീനർമാരൊക്കെ കത്തുകൾ എഴുതാറുണ്ട്. അപ്പൊ പല കൺവീനർമാരും പല അംഗങ്ങളെ കൊണ്ടും എഴുതിക്കാറുണ്ട്. അപ്പോ പല കത്തുകളും വായിച്ചു നോക്കുമ്പോ നല്ല രസമാണ്. ഇതാണ് കാര്യം. എന്ത്? അഡ്രസ്സ് ആധാറിൽ വ്യത്യാസമുണ്ട്. അതാണ് കാര്യം എഴുതേണ്ടത്.
അവര് ലോണിന് ഇങ്ങനെ അഡ്രസ്സ് എഴുതും. എൻ്റെ SHG 3169 മിനി എന്താ പറയാ, നമ്മുടെ ഒല്ലൂര് ഏരിയ മരുന്നഗർ യൂണിറ്റ് മിനി വിൽസൺ എന്ന അംഗം ലോണിന് അപേക്ഷിക്കുന്നുണ്ട്. മിനി വിൽസൺ ഇത്ര കൊല്ലമായിട്ട് ഞങ്ങളുടെ സംഘത്തിൽ വരുന്നതാണ്. ഞങ്ങള് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന അംഗമാണ്. ലോൺ എടുത്തതൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാറുണ്ട്. 8 മാസം പോലും മുടങ്ങാതെ വരാറുണ്ട്. ലോണും എടുക്കാറുണ്ട്, സമ്പാദ്യം അടയ്ക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട്, മിനിറ്റ്സ് എഴുതാനിരിക്കാറുണ്ട്. ഈ അംഗം ലോൺ വയ്ക്കുന്നുണ്ട്. ഈ അംഗത്തിന് ലോൺ കൊടുക്കുന്നതിൽ എനിക്ക് തടസ്സമൊന്നുമില്ല. കൺവീനറുടെ കത്ത് വെക്കാനാ പറഞ്ഞേ. കൺവീനർ കത്ത് വെച്ചിട്ട് പേരെഴുതി SHG നമ്പറും ഒപ്പും സീലും ഉണ്ട്. കാര്യമുണ്ടോ അതില്? എന്തിനാണ് കത്ത് വെക്കാൻ പറഞ്ഞത് എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. കൺവീനറുടെ കത്ത് വെക്കാൻ പറഞ്ഞു, ഞാൻ കത്ത് വെച്ചിട്ടുണ്ട്. അതില് എഴുതേണ്ട പോയിന്റ് ഇല്ല. ആധാറില് അംഗത്തിന്റെ അഡ്രസ്സിലും ആധാറിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലും വ്യത്യാസമുണ്ട്. വിവാഹത്തിന് മുന്നുള്ള ആധാർ കാർഡ് ആയതുകൊണ്ടാണ് ഈ അഡ്രസ്സിൽ വ്യത്യാസം കാണുന്നത്. ഈ 2 വ്യക്തികളുടെ ഈ അഡ്രസ്സിലുള്ള വ്യത്യാസം പ്രശ്നമില്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ 2 വ്യക്തികളും ഒന്ന് തന്നെയാണ്, ലോൺ കൊടുക്കുന്നതിൽ തടസ്സമില്ല. ഇങ്ങനെയുള്ള വരികളാണ് എഴുതി ചേർക്കേണ്ടത്. അങ്ങനെ ആകെ 4 വരി വേണ്ടു. ഇനി ഈ ലോൺ അപേക്ഷയുടെ കൂടെ കിട്ടുന്ന ഈ കത്ത് വായിച്ചിട്ട് ഞാൻ ചിരിക്കും. എന്നിട്ട് ഞാൻ അതിൽ എഴുതി ചേർക്കാന്ന് വിചാരിക്കും. എന്താണോ പോയിന്റ്. ചിലരുടെ ആധാറില് ചിലരുടെ പലർക്കും പല കാരണങ്ങളാവും അഡ്രസ് വ്യത്യാസത്തിന്. അപ്പൊ അത് ഞാൻ എഴുതി ചേർക്കാമെന്ന് വിചാരിക്കുമ്പോ 1 ഇഞ്ച് സ്ഥലയിലുണ്ടാവില്ല. കാരണം പേപ്പറിന്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ കുരുകുരേ എഴുതി ലോകവിശേഷം മുഴുവൻ എഴുതി നിറച്ചിട്ടുണ്ടാവും. എഴുതി ചേർക്കാൻ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. എഴുതി ചേർക്കേണ്ടതാണെങ്കിൽ ഞാൻ എഴുതി ചേർക്കാറുണ്ട്. പക്ഷെ ചിലത് സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ വെക്കും. കാരണം ഇത്രയും അധികം വിശേഷം എഴുതിയിട്ട് എന്തിനാണ് വെക്കുന്ന കത്ത് എന്നുള്ളത് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാല് 10 മിനിറ്റ് എടുത്തുകൊണ്ട് മറുപടിക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കണില്ല. കാരണം ചോദിച്ചത് തന്നെയായിരിക്കും അവസ്ഥ. എന്നിട്ടാണ് നിങ്ങൾ ഒരു കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് സംശയമില്ലാത്തത്. സംശയങ്ങള് 2 കൂട്ടർക്കാണ് ഇല്ലാതിരിക്കുക. ആരെ 2 കൂട്ടരെന്നറിയോ? എല്ലാം അറിയുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. പിന്നെയോ ഒന്നും അറിയാത്തവർക്ക് സംശയം ഉണ്ടാവില്ല. നമ്മളിത് ഏത് കൂട്ടത്തിൽ പെടുന്ന നിങ്ങൾ ആലോചിച്ചോ? ഇനി നമുക്ക് ചർച്ചയ്ക്ക് വന്നത് വായ്പ. കഴിഞ്ഞ വർഷം 1000 രൂപ വായ്പയ്ക്ക് നമ്മള് TND പ്രൊഡക്റ്റ് എടുത്ത ബില്ല് വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപ എടുത്തു. ഇപ്പൊ ഇയർ എൻഡിങ് ആണ്. അടുത്ത വർഷം 1000 രൂപ എടുക്കണോ ലോണിൽ വെക്കണമെങ്കിൽ? അതുപോലെ കഴിഞ്ഞ വർഷം 1500 രൂപ എടുത്തു. അപ്പൊ ഈ വർഷം വീണ്ടും 1000 രൂപ എടുക്കണോ? നല്ല സംശയമാണ്. നമ്മള് വർഷത്തിലൊരിക്കൽ 1000 രൂപയുടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ 1000 രൂപയുടെ. ജനുവരിയിൽ 1000 രൂപ എടുത്താലും ഡിസംബർ വരെ ആ ബില്ല് മതി. നമുക്ക് മിനിമം 1000 നമുക്ക് ആ ബില്ല് മതി. അപ്പൊ ഈ ചോദ്യം അവിടെയാണ് പ്രസക്തമാവുന്നത്. ഡിസംബറിൽ ഞാൻ 1000 രൂപ എടുത്തു. അപ്പോ ജനുവരി തൊട്ട് ലോൺ വെക്കുമ്പോ വീണ്ടും എടുക്കണോ എന്നുള്ളത്? എടുക്കണോ വേണ്ടേ? ഡിസംബറിൽ വർഷം അവസാനിച്ചു, ജനുവരി തൊട്ട് തുടങ്ങാണ്. എടുക്കണോ? ഇനി വേണ്ടെന്ന് പറയണോ? വേണം, എടുക്കണം. ഇനി വേറൊരു സംശയം കൂടി. ഈ വർഷം ഞാൻ എടുത്തത് 1500 രൂപയ്ക്കാണ്. ഇനി അടുത്ത വർഷം വീണ്ടും 1000 രൂപ എടുക്കണോ? കാരണം 500 രൂപ കൂടുതൽ എടുത്തു. അപ്പൊ ഇനി വീണ്ടും എടുക്കണോ എന്നുള്ള ചോദ്യം. അപ്പോ ഈ വർഷം 1000 എടുക്കണ്ടേ? ഇനി ഈ മാസങ്ങളിലാണെങ്കിൽ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണെങ്കിൽ ഒരു 2 മാസത്തേക്ക് ഒരു എക്സ്ക്യൂസ് തരുന്നു നിങ്ങൾക്ക്. 1500 എടുത്തിട്ടുണ്ടെങ്കിൽ 500 കൂടി എടുത്തതിന്റെ കൂടെ വെച്ചാൽ മതി. കൂടെ, ഒറ്റയ്ക്കല്ല കേട്ടാ, കഴിഞ്ഞ ബില്ലിന്റെ കൂടെ. ഈ 2 മാസത്തേക്കിട്ടാ. അത് കഴിഞ്ഞാൽ നമ്മൾ 1000 തന്നെ എടുക്കണം. 1000 എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ 1000 എടുക്കണം. 1500 നമ്മൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ല, ചിലവര് 2000 3000 ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ 2000 3000 ഒക്കെ എടുത്ത് സഹകരിച്ചവർക്ക് നമ്മളൊരു കൺസെഷൻ കൊടുക്കണ്ടേ? അപ്പൊ
500ന്റെ കൂടെ ഒക്കെ എടുത്തിട്ട് പഴയ ബില്ലിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് 2 മാസത്തേക്ക് കേട്ടാ, അതിലും വിട്ട് കടന്നു പോകരുത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? പിന്നെ ഒരു നന്ദി പറഞ്ഞു ഇവിടെ അവകാശ മരണത്തിന്. അത് കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മുടെ ഒരു അംഗം ചന്ദ്രചേച്ചി മരിച്ചത്. ചന്ദ്രചേച്ചി നമ്മുടെ യൂണിറ്റിലെ കൺവീനറൊക്കെ ആയിരുന്നു വളരെ കാലം. വളരെ ഭംഗിയായിട്ട് നമ്മളുടെ കൂടെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ്. ആള് വിവാഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ ആങ്ങളയുടെ കൂടെ ആയിരുന്നു. ആങ്ങള മരിച്ചു. ആങ്ങളുടെ ഭാര്യയാണ് അവകാശ മരണത്തിന് അപേക്ഷ വെച്ചത്. അപ്പൊ നമ്മുടെ നിങ്ങളുടെ ഇവിടുത്തെ, എൻ്റെ വേറെയാണ് അതുകൊണ്ട് പറയാം, നിങ്ങളുടെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമ്മുടെ സംഘടനയോട് അവര് ഒരു ലെറ്റർ തരാൻ കുറേ ഇട്ട് നടത്തി. ആ ചേച്ചിക്ക് അവസാനം പറ്റാണ്ടായി. ആര്? നമ്മുടെ അംഗത്തിന്റെ ആങ്ങളുടെ ഭാര്യയ്ക്ക് വയ്യാത്തതാണ്. എന്നിട്ടും നടന്നത് പിന്നെയും ആനുകൂല്യം കിട്ടാണ്ടായപ്പോ ഭയങ്കര വിഷമായി ആ ചേച്ചിക്ക്. ആ ചേച്ചി പറഞ്ഞു എനിക്കിനി ആനുകൂല്യം വേണ്ട. അപ്പൊ ഇത് 1 വർഷമായിട്ടും ഇപ്പോഴും അത് കൊടുക്കാൻ പറ്റാത്തതില് നമുക്കും വിഷമമുണ്ട്. കാരണം നമ്മളുടെ ഒപ്പം നിന്നിരുന്ന ആളാണ് ചന്ദ്രചേച്ചി. പിന്നെ നമ്മുടെ ഗീതന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാനത് സെക്രട്ടറിയോട് പറഞ്ഞു, വില്ലേജ് ഓഫീസർ ലെറ്റർ തരുന്നില്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ നമ്മുടെ പ്രകാശേട്ടൻ പറയുന്ന എല്ലാ വില്ലേജ് ഓഫീസർമാരും ലെറ്റർ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ലെറ്റർ തരുന്നില്ല. അതാളുടെ എന്തോ ധാർഷ്ട്യം. അപ്പോ അങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അപേക്ഷയും ലെറ്ററൊക്കെ എഴുതി വെച്ച് അതിനെ പാസ്സാക്കി. അപ്പോ നമുക്കത് സാധാരണ നമ്മളൊരു ആനുകൂല്യത്തിന് അപേക്ഷ വെച്ചാൽ മാക്സിമം 2 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടാറുണ്ട്. ഈ 3 മാസം അതിൽ കിട്ടുന്ന ഒരിക്കലും പോവില്ല. അത് 1 വർഷമൊക്കെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരു ആനുകൂല്യം നഷ്ടപ്പെടുമ്പോൾ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് അവസാനം നമുക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റി. അതിനുള്ള സന്തോഷമാണ് അംഗം പറഞ്ഞത്. അപ്പൊ അത് മേടിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. പിന്നെ മെഷീനുകളുടെ കാര്യം, അത് ഞാൻ നിങ്ങളുടെ ഉറക്കൊക്കെ കളഞ്ഞ് കുറെ വിശേഷമൊക്കെ പറഞ്ഞ് വിട്ടുപോയെന്ന് പറയാൻ മെഷീൻ്റെ കാര്യമൊക്കെ പറയാൻ വിചാരിച്ചിട്ടായിരുന്നു. നമുക്ക് സിംഗർ കമ്പനിയുടെ മെഷീനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സിംഗിൾ, ഡബിൾ, പവർ ഒക്കെ ഉണ്ട്. അതിന്റെ റേറ്റുകൾ മുന്നേ ഉണ്ടായിരുന്നതിലും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. GST കുറവ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് റേറ്റുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 23,500 ആയിരുന്ന മെഷീൻ 21,500 ആയിട്ടുണ്ട്. 10,500 ആയിരുന്ന മെഷീൻ 9,500 ആയിട്ടുണ്ട്. 6,500 ആയിരുന്ന മെഷീന് 5,750 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഈ മെഷീൻ നമുക്ക് ഓൾറെഡി ഒരു ലോൺ ഉണ്ടെങ്കിലും നമുക്ക് മെഷീൻ ലോണായിട്ട് വാങ്ങാൻ കിട്ടും. മെഷീനുകൾ ലോണായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലോൺ നമുക്ക് എടുക്കാൻ പറ്റും. മെഷീനുകൾ എടുക്കാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റ് ലോണിന് അപേക്ഷ വയ്ക്കുന്നത് പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മൾ അപേക്ഷകൾ പൂരിപ്പിക്കുക. എമൗണ്ടിന് പകരം ഇപ്പൊ നമ്മൾ 50,000 1 ലക്ഷം എന്ന എമൗണ്ട് എഴുതാറുണ്ടല്ലോ ലോൺ, അതിന് പകരം സിംഗിൾ ആണോ, ഡബിൾ ആണോ, പവർ ആണോ എന്ന് മാത്രം എഴുതിയാൽ മതി മെഷീനുകൾ. അതുപോലെ ടാക്സ് അടച്ച കോപ്പി വേണമെന്ന് വലിയ നിർബന്ധമില്ല. അതുപോലെ ബാങ്കിന്റെ കോപ്പി വേണ്ട. കാരണം നമ്മൾ ബാങ്കിലേക്ക് പൈസ വരുന്നില്ല, നമുക്ക് മെഷീനാണ് തരുന്നത് അല്ലേ. അപ്പൊ ബാങ്കിന്റെ കോപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂണിറ്റ് ആണെന്ന് ഓർമ്മയില്ല, വേറെ ഏതോ യൂണിറ്റാന്ന് തോന്നുന്നു, മെഷീൻ ലോൺ എടുത്തിട്ട് 6,500ന്റെ മെഷീനാണ് എടുത്തിരുന്നത്. അവര് 6,500 കൃത്യം അടച്ചു. പിന്നെ അതിൽ 500 രൂപ കൂടി അടയ്ക്കാൻ ബാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കണക്കൊക്കെ നോക്കി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 6,500 കൃത്യം അടച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ബാലൻസ് വരില്ല. പിന്നെ ഓരോ മാസത്തെ അടവ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ പലിശ അടച്ചില്ല, എമൗണ്ട് മാത്രം 6,500 കറക്റ്റ് അടച്ചു വന്നു. അപ്പൊ അവര് ഞാനത് പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞ സർവീസ് ചാർജ് ഇല്ലാന്ന്, പിന്നെ എന്തിന്റെ പലിശ വാങ്ങണേ? ഞാൻ സർവീസ് ചാർജ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. മെഷീൻ ലോൺ എടുക്കുമ്പോ സർവീസ് ചാർജ് വേണ്ടാന്ന്. നിങ്ങൾ ലോണുകൾ എടുക്കുമ്പോ സർവീസ് ചാർജ് കൊടുക്കാറുണ്ടോ? ഇല്ലേ? അതെപ്പോഴാണ് കൊടുക്കാറ്? ലോൺ എടുക്കുന്ന സമയത്ത് അല്ലേ. ലോൺ എടുക്കുമ്പോൾ 1 ലക്ഷത്തിന് 600 അല്ലെങ്കിൽ 50,000-ന് 400 ഒക്കെ നിങ്ങൾ കൊടുക്കാറില്ലേ സർവീസ് ചാർജ്? അതെപ്പോഴാണ് കൊടുക്കാറ്? ലോൺ അപേക്ഷയുടെ ഒപ്പം അല്ലേ? അല്ലേ? ആ എമൗണ്ട് ആണ് വേണ്ട എന്ന് പറഞ്ഞത് മെഷീൻ ലോണിന്. സർവീസ് ചാർജ് വേണ്ട, പക്ഷെ പലിശ വേണോ? വേണം. മനസ്സിലായോ? അപ്പൊ സർവീസ് ചാർജ് വേണ്ട, മെഷീൻ ലോൺ ആയാലും പലിശ വേണം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ആരും. അപ്പൊ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ മറുപടി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഞാൻ ഫൈനൽ കമ്മിറ്റികളിലൊക്കെ പോയപ്പോൾ എല്ലാവരോടും പറഞ്ഞിരുന്നു, എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിക്കുന്ന SHGക്ക് ഒരു ചെറിയ സമ്മാനം ഗിഫ്റ്റ് കൊടുക്കുന്നു. എൻ്റെ വക, സംഘടനയുടെ അല്ല, കാശ് കൊടുത്തിട്ടില്ല, എൻ്റെ വക. അപ്പൊ കഴിഞ്ഞ കൺവെൻഷനുകളൊക്കെ ഞാൻ അത് ഒരുങ്ങി വന്നിരുന്നു. പക്ഷെ ഫുൾ അംഗങ്ങൾ ആരും പങ്കെടുത്തില്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇവിടെയും ആരും ഉണ്ടാവില്ല. പക്ഷെ ലിസ്റ്റ് നോക്കിയപ്പോ ഒരു SHG എല്ലാ അംഗങ്ങളും വന്നിട്ടുണ്ട്. SHG 290 വത്സ ജോയ് കൺവീനർ ആയിട്ടുള്ള എല്ലാ വത്സ ജോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഞാനൊരു കുഞ്ഞ് സമ്മാനം കൊടുക്കുന്നുണ്ട്. സമ്മാനത്തിന്റെ ഞാൻ ഇപ്പൊ പോയിട്ട് ഓടിപ്പോയി മേടിച്ചു കൊണ്ടുവന്നതാ. അപ്പൊ ആ കടയിൽ കിട്ടുന്നതാണ് വാങ്ങിയണേ. സമ്മാനം എന്നുള്ള വാക്കാണ് വലുത് അല്ലേ? അതൊരു സന്തോഷമുള്ള കാര്യല്ലേ? അപ്പൊ SHG വത്സാജോയുടെ സംഘത്തിലുള്ള എല്ലാ അംഗങ്ങളും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഓടിവാ. ഞാൻ അവിടെ നിന്ന് 1500 രൂപയുടെ എടുത്തതാണ്. ഇവിടെ നിന്ന് എടുക്കണോ? ഇതൊന്നല്ല. നമ്മള് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ മാസവും നമ്മുടെ സാന്ത്വനത്തിന്റെ ആനുകൂല്യം കൊടുക്കുന്ന ഒരു PDF, ഒരു 3-4 പേജുള്ള ഒരു ലിസ്റ്റ് കാണാറുണ്ടോ നിങ്ങളൊക്കെ? എത്ര ലക്ഷം രൂപയാണ് നമ്മൾ ഓരോ മാസവും ആനുകൂല്യമായിട്ട് കൊടുക്കണത്. ഇതൊക്കെ എവിടെ നിന്നാ നമുക്ക് ഉണ്ടാവണേ? ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളുടെ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് നിങ്ങൾ കേട്ടു അല്ലേ? ഈ സാന്ത്വനത്തിന് വേണ്ടി എത്ര രൂപ ആനുകൂല്യമായിട്ട് കൊടുത്തു? ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവില് സാന്ത്വനത്തിൽ നിന്ന് എത്ര രൂപ ആനുകൂല്യം കൊടുത്തു കേട്ടോ? ആരെങ്കിലും? 25,000 രൂപ പ്രകൃതി ദുരന്തത്തിന് കൊടുത്തു. ഞാൻ കേട്ട ഓർമ്മയാണ് കേട്ടോ. 4 പേരുടെ അവകാശി മരണത്തിന് 10,000 വെച്ച് 40,000 രൂപ കൊടുത്തു. അപ്പൊ എത്ര? 65,000 രൂപയായി. 4 പേരാണ് തോന്നുന്നു അല്ലേ? 5,000 രൂപ വീതം ചികിത്സാ സഹായം 4 പേർക്ക് കൊടുക്കുമ്പോ 20,000 രൂപയായി. 85,000 രൂപ ഈ സാന്ത്വനത്തിന്റെ ആനുകൂല്യമായിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ മാത്രം കൊടുത്തു കഴിഞ്ഞു. ഈ വർഷം സാന്ത്വനത്തിന്റെ എത്ര രൂപ ബാങ്കിൽ അടച്ചു? നിങ്ങളുടെ മെമ്പർഷിപ്പ് നേരത്തെ മിനി പഠിപ്പിക്കണ്ടായിരുന്നു. എത്രയാണ് പറഞ്ഞ്? 329 × 100 എത്രയാണ്? 32,000